தேவையில்லை சார். ஒரு வாரம் ரொம்ப அதிகம். 3 நாளில் டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். Justice delayed is justice denied. Justice hurried is justice buried. Let's move to the trailer review of വെട്ടയ്യൻ. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന വെട്ടയ്യൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഒക്ടോബർ 10 സിനിമ റിലീസാണ്. അതായത് രജനീകാന്തിൻ്റെ ഒരു വൻ പടമായിരിക്കും. കാരണം ഇത്രയും താരങ്ങളൊക്കെയുള്ള സിനിമയുടെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, അതായത് ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് രജനീകാന്ത് എത്തുകയും അതിൽ അമിതാഭ് ബച്ചൻ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് പോലീസ് മേധാവിയായിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായിട്ടോ ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലുണ്ട്. ഫഹദ് ഫാസിൽ ഒന്നും പറയാനില്ല. പുള്ളിയുടെ അഭിനയ മികവിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. അപ്പം രജനീകാന്തൻ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, സ്വാഗ്, ഡയലോഗ് ഡെലിവറി. ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. കൂടെ അമിതാഭ് ബച്ചനും കൂടെ വരുമ്പം അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രെയിലറിൽ നിന്ന് സംഭവം കയറിപ്പോകും എന്നുള്ളത് മനസ്സിലാകും. രജനീകാന്ത് സിനിമകൾക്കൊക്കെ എപ്പോഴും എന്നാണേലും ഒരു പൊട്ടത്തില്ല, പടം എന്നെ വൻ വിജയമായി തീരും. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും സ്വാഗം കാണാൻ തന്നെ ആൾക്കാർ കയറും. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടെ ആകുമ്പോഴത്തേക്കും പടം അങ്ങോട്ട് കയറും. നമ്മളെ ഒരു പടത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ മ്യൂസിക് എന്ന് പറയുന്നത്, ബാക്കി മ്യൂസിക്കുകളും കാര്യങ്ങളെല്ലാം. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഒന്ന് ഇരുന്നിരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ കണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലാറ്റായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് BGM മ്യൂസിക്കൊക്കെ വെച്ച് സംഗതി ഒറ്റ കയറ്റം അങ്ങ് കയറുന്നു ഒരു സംഭവമായിരിക്കും ഇത്. പിന്നെ അൻപറിവിൻ്റെ നമ്മുടെ എന്താ പറയുന്നത് ആക്ഷൻസൊക്കെയാണ് പടത്തിൽ വരുന്നത്. അൻപറിവിൻ്റെ ആക്ഷൻസൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇരട്ട സഹോദരന്മാരായ അൻപും അറിവും കൂടെ ചേർന്ന് നടത്തുന്ന ആക്ഷൻ സീക്വൻസസൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ഒരു കിടുക്ക് സംഭവമാണ്. നമുക്ക് അതിൻ്റെ കട്ട്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. அநீதியை நீதியான நாம் வெல்ல முடியும். இன்னொரு அநீதியால இல்லை. அநியாயம் நடக்கும்போது போலீஸ் அமைதியாக இருக்கிறத விட அதிகாரத்தை கையில் எடுக்கிறது தப்பில்லை.